ഹലോ. ഇന്നത്തെ ടോപ്പിക്കേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് പ്രൂഫ് ആക്കണം നിങ്ങളുടെ മാരേജിന്ന്. അതിൻ്റെ തന്നെ ഒരു അനുബന്ധമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റിയില്ല. ലോങ് വീഡിയോ ആയിപ്പോയതുകൊണ്ട് ഞാൻ അങ്ങ് ഷോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അതിലെന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചില ചിന്തകൾ നമ്മുടെ ചില ചിന്തകൾ ചില സമയത്ത് ശരിയായേക്കാം, ചില സമയത്ത് തെറ്റുമായേക്കാം. എന്നാലും നമ്മൾ തമ്മിൽ സോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡ് വൈഫിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കുഞ്ഞു കാര്യം അന്ന് രാത്രി നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് പരസ്പരം പറഞ്ഞു തീർന്ന ഒരു ഹഗ്ഗിൽ തീരേണ്ട ഒരു കാര്യം ഒരു വലിയ ഹിമാലയൻ പർവ്വതമാക്കി മാറ്റും. ആര്? തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ. ആരായിരിക്കും ഈ തേർഡ് പാർട്ടീസ്? നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ ആകാം, നിങ്ങളുടെ കോ സിസ്റ്റർ ആകാം, നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, ബ്രദറാകാം, നിങ്ങളുടെ നാത്തൂനാകാം, പിന്നെ ആരാണ്, അമ്മായി അമ്മയാകാം, അമ്മായി അച്ഛനാകാം. ഇതിലാര് വേണമെങ്കിലും ആകാം. കാരണം അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടത്തിൻ്റെ ആയിരിക്കും അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരതിൽ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരൊരു സൊല്യൂഷൻ പറയുമ്പോൾ അവരുടെ സമയത്തെ സൊല്യൂഷൻ ആയിരിക്കും അവർ പറഞ്ഞു തരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഒരു കുട്ടി വളരെ ഭയങ്കര നല്ലതായിട്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യും. ആ കുട്ടിയുടെ കളർ സെൻസും അതൊക്കെ ഭയങ്കര എല്ലാവരും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സസ് ഒന്നും പോയി പുള്ളിക്കാരത്തി വാങ്ങിച്ചിടത്തില്ല. ആ പോയി കണ്ടുപിടിച്ച് നടന്ന് വളരെ റെയറായിട്ടുള്ള കോമ്പോസൊക്കെ കണ്ടുപിടിച്ച് പുള്ളി സൂട്ട് തയ്ച്ചിടും. സൂട്ട് മീൻസ് സൽവാർ സൂട്ടൊക്കെ തയ്ച്ച് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം അതായിരുന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും കൊടുക്കണം പോക്കറ്റ് മണി വെച്ച് ഇങ്ങനെ കുറച്ച് ഡ്രസ്സസൊക്കെ തയ്ച്ച് മാട്രിമോണിയൽ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഇവർ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഈ കുട്ടി തയ്ച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം അവിടെയുള്ള സിസ്റ്റർ ഇൻ ലോ എടുത്തിടുകയാണ്. ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എടുത്തിടും, ധരിക്കും. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഈ കുട്ടിക്ക് പതഞ്ഞു വരും ദേഷ്യം. കാരണം അത് അത്ര നല്ലപോലെ എന്താ പറയുക നടന്ന് അതിൻ്റെ സ്റ്റൈലിലൊക്കെ തയ്പ്പിച്ച ഡ്രസ്സ് കൂളായിട്ട് എടുത്തിടും. അപ്പോൾ ഈ കുട്ടി കരഞ്ഞു. ഒരു ദിവസം കരഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എൻ്റെ ഡ്രസ്സ് ആരിടണം, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടോ. പക്ഷേ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഭർത്താവ് ആ സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ചെയ്യണം, ആ കുട്ടിയുടെ ഡ്രസ്സല്ലേ, അത് ഞാൻ അങ്ങനെ എടുത്തിടുന്നതെന്ന് ചോദിക്കുകയല്ല. അമ്മയും മകളും കൂടി ഈ ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ചീത്ത പറയുക, വീട്ടിൽ കുടുംബം കലക്കാൻ വന്നതാണ്, ഒരു ഭാര്യയെ കൊണ്ടുവന്ന പെങ്കോന്തൻ, അങ്ങനെയൊക്കെ വിളിച്ച് ഈ മനുഷ്യനെ വല്ലാണ്ട് ഹാരസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ബുദ്ധിമതിയായ ഭാര്യ എന്താ ചെയ്തതെന്നറിയോ? ആ കുട്ടിയുടെ ഡ്രസ്സ് അത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് പറയാൻ നാണക്കേടുണ്ട്, നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, എൻ്റെ ഡ്രസ്സ് എടുക്കരുതെന്ന്. എനിക്കിങ്ങനെ ഒരു ചെറിയ സ്കിൻ ഡിസീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ ഡിസീസൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരുടെയും ഞാനും ഉപയോഗിക്കാറില്ല, ആരുടെയും ഞാനും എടുക്കാറില്ല. സാരീസൊക്കെ പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കും, കാരണം അത് ശരീരത്തിൽ മുട്ടിയിരിക്കുന്നതല്ലേ. എന്നാലും തന്നെ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞു. ഈശ്വര, എങ്ങനെ എത്ര ബുദ്ധിയായിട്ടാണ് ആ കുട്ടി അത് ഉപയോഗിച്ചതെന്ന് നോക്കുക. അത് വളരെ ബുദ്ധിപരമായൊരു നീക്കമായിരുന്നില്ലേ. പിന്നീട് ജന്മം ചെയ്താൽ ഇവർ തൊടുവോ ഒരു ഡ്രസ്സ്? ആ കുട്ടിക്ക് ഒരു സ്കിൻ ഡിസീസും ജീവിതത്തിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ കള്ളങ്ങൾ ഇപ്പം നമ്മളുടെ ആ സിറ്റുവേഷനിൽ നിന്ന് ആ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടി ആ പെൺകുട്ടി അത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് അദ്ദേഹത്തിനോടത് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് നല്ല തീരുമാനമാണ് നീ എടുത്തത്, എന്ത് കറക്റ്റായിട്ടാണ് നീ സംസാരിച്ചത്, ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി അതോടുകൂടി. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും ഉണ്ടാവില്ലേ, നമ്മൾ എല്ലാവരും മനുഷ്യരുമാണ്. പിന്നെ അത് തന്നെയല്ല, നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു പൊസസീവ്നെസ് ഒക്കെ ഇല്ലേ, പിന്നെ എന്ത് മനുഷ്യരാണിടോ, നമുക്കൊരു പൊസസീവ്നെസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. മേ ബി ഇറ്റ് ഇസ് ബുക്സ്. എൻ്റെ മകൾക്ക് ബുക്സിനോടാണ്. ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ടില്ലേ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ബുക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡോഗ് ഇയേഴ്സ് വെക്കത്തില്ലേ, ഇതിങ്ങനെ മടക്കിയിട്ട്
അതെങ്ങാനും കണ്ടത് ഡോഗിയസ്, ഇതാണ് ഡോഗിയസ് ഇങ്ങനെ വെച്ചിട്ട് വെക്കും ഞാൻ. എൻ്റെ പൊന്നെ ആ കൊച്ച്, എൻ്റെ മകൾ എന്നെ ഇവിടെ കിടന്ന് ഭയങ്കര ആ ഒരു കാര്യത്തിനാണ് ആ മോള് പറയാം, ഡോണ്ട് ഡൂ ദാറ്റ് അമ്മ, ബുക്കിനും ജീവനുണ്ട്, ആ ബുക്കിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് നിങ്ങളെന്ന് പറയും. അപ്പം അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലപ്പം അവൾ വിവാഹം കഴിച്ച് പോകുന്നിടത്ത് അവളുടെ ബുക്ക് എടുത്താലായിരിക്കും അവൾക്ക് ദേഷ്യം വരിക, അവൾക്ക് ഡ്രസ്സായിരിക്കില്ല ദേഷ്യം വരിക അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലായിരിക്കും ദേഷ്യങ്ങൾ വരുന്നതും പൊസസീവ്നെസ്സും ഒക്കെ. ഇതൊരു കാര്യം. അപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്ന കുട്ടികൾ ചിലപ്പം ചിലർക്ക് തങ്ങളുടെ ഡ്രസ്സും സിസ്റ്ററിലൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരും ഉണ്ടാകും കേട്ടോ. അത് മാറ്റണം എന്നല്ല, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ട്രൈ ടു കോട്ട് ഹൈജീൻ റീസൺസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ എൻ്റെ ഒരു റീൽ ഇപ്പോൾ ചെയ്തു അത് വെച്ചിട്ട്. കാരണം പല കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ സ്പേസ് നമ്മൾ സ്വന്തം തിരിഞ്ഞുപോയി സ്പേസ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ആരും അതിനകത്തേക്ക് ട്രസ്പാസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ലൈഫൊക്കെ എന്ത് രസമായിരിക്കും എന്നറിയോ, ആ റിലേഷൻ എന്ത് രസമായിരിക്കും എന്നറിയോ. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയൊക്കെ എന്ത് ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളല്ലേ, അല്ലെങ്കിൽ കോ സിസ്റ്ററിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും ചിലതല്ല. അത് ഒട്ടും സഹിക്കാൻ വയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഈ ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞോളൂ. അല്ലെങ്കിൽ യു വിൽ ബിക്കം എ ഡോർമാറ്റ്. പിന്നെ ആ ഡോർമാറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വില ഉണ്ടാവില്ല അവിടെ. പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഫൈറ്റ്സിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു വീഡിയോ ചെയ്തല്ലോ, ഗോവ ഡെസ്റ്റിനേഷൻ മാറ്റി അയോധ്യയ്ക്ക് കൊണ്ടുപോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഡിവോഴ്സിന് കാരണമാകുന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ പൊട്ട റീസൺസും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിന് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കോടതി അംഗീകരിക്കില്ല കേട്ടോ. അവർ തമ്മിൽ ഉഭയസമ്മതപ്രകാരം എങ്ങാനും ഡൈവോഴ്സ് ചെയ്യണതായിരിക്കും നല്ലത്, അങ്ങനെയുള്ള റീസൺസ് ആണെങ്കിൽ, ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ. പിന്നെ ഒരു കാര്യം, ഈ ഡൈവോഴ്സ് ഒന്നിനും പരിഹാരമില്ല. നമ്മൾ ആദ്യം ഭയങ്കര അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. പക്ഷെ അല്ലാതെ ഉള്ള ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിന് പോകാൻ പറ്റുമോ? എത്ര പ്രാവശ്യം നമ്മൾ സാരി മാറുന്ന പോലെയും ഡ്രസ്സ് മാറുന്ന പോലെയൊക്കെ നമുക്ക് പാർട്ട്ണറെ മാറാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇറ്റ്സ് അവർ ബോഡി. ബോഡി ഹാസ് ഗോട്ട് എ മെമ്മറി എന്നല്ലേ പറയണത്. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളെല്ലാം അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഇഫ് യു ഹാഡ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് വൺ പേഴ്സൺ, അത് അവിടെ സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത്. കാലങ്ങളോളം ബോഡി വിൽ റിമെമ്പർ ഇറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബോഡീനെയല്ലേ അബ്യൂസ് ചെയ്യണേ. സദാചാരം അവിടെ നിൽക്കട്ടെ, മൊറാലിറ്റി അവിടെ നിൽക്കട്ടെ, എല്ലാം വേണം. പക്ഷെ അത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്, അതിനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സർട്ടൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ വെച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് കിടന്ന ഉറക്കം വരും. അതുകൊണ്ട് പറയാണ്, ഇപ്പം സ്മോക്ക് ചെയ്യണ ലേഡീസ് ഉണ്ട്. ആ സ്മോക്ക് ചെയ്യണ സ്ത്രീകൾ ചിലപ്പോൾ കൊലീഗ്സിൻ്റെ കൂടെ പോയി സ്മോക്ക് ചെയ്യും. ദേ വിൽ ഗെറ്റ് ബോണ്ടഡ് ദാൻ അസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പോയിട്ട് അവരുടെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് വി വോണ്ട് സ്മോക്ക്, വി വോണ്ട് ടേക്ക് ആൽക്കഹോൾ, അങ്ങനെയൊക്കെ വരുമ്പം ഈ ബോണ്ടേജ് കൂടുന്നത് എപ്പോഴാണ്? ആ ഒരു തരത്തിലുള്ള മിംഗ്ലിങ് വരുമ്പോഴാണ് ബോണ്ടിങ് കൂടുന്നത് അല്ലേ. അങ്ങനെ ബോണ്ടിങ് കൂടുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ആ പുരുഷന്മാർ റെഡിയാകുമോ? ഇല്ല. അവർ പറയും, ഒയ്യോ അവങ്ക പെരിയ കുടിക്കാരിയമ്മ. അങ്ങനെയാ, തമിഴിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന സംഭവമാണ്. அதெல்லாம் முடியாதும்மா, சும்மா ஒரு கம்பெனிக்காக போயிட்டு வேணான்னா கொஞ்சம் ஒரு தம் அடிக்கலாம் அப்படி, அதெல்லாம் பண்ணலாம். അല്ലാതെ നമ്മ വീട്ടിലെല്ലാം അയ്യോ ശരിയാകാതുമ്മ, സെറ്റ് ആകാതുമ്മ പറയുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അയാൾക്ക് ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ഒരു ആളല്ല എന്നൊക്കെ പറയുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണതല്ലേ? ജസ്റ്റ് ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ് എന്താ പറയുക, കമ്പാനിയൻഷിപ്പ്, അല്ലെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദാറ്റ് വൾനറബിലിറ്റി. മെൻ ആർ ജസ്റ്റ് ബിക്കമിങ് ഫ്രണ്ട്സ് വിത്ത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് പെരുമാറുന്ന സ്ത്രീകളുടെ അടുത്ത് ഫ്രണ്ട്സ് ആകാൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കേൾക്കുന്നവർ പറയും, ഞങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ട് ഞങ്ങൾ ലൂസാണെന്നാണോ മാഡം പറയുന്നത്? അങ്ങനെയല്ല. യു ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഹെൽത്ത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ സിഗരറ്റ് വലിക്കുകയും നിങ്ങളുടെ ലങ്സിന് ഹാം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ തന്നെ പൊല്യൂഷൻ ഉണ്ട് ഇവിടെ, അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ബോഡി വൾനറബിൾ ആണ് ടു അതർ ഡിസീസസ്. അപ്പം നമ്മളായിട്ട് പിന്നെയും വെളിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു, വേറെ രീതിയിലാണ് ആൾക്കാർ പറയാം, ഞാൻ പക്ഷെ കുറച്ചുകൂടി സഭ്യമായിട്ട് പറയാണ്, വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു എന്ന് പറഞ്ഞ അവസ്ഥയാകും.
അല്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബോഡി ഹാസ് ഗോട്ട് മെമ്മറീസ്. പിന്നെ ഗുഡ് ഗേൾ സിൻഡ്രോം എല്ലാം മാറ്റി വെക്കുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബി ബോൾഡ്. അപ്പോൾ ചേച്ചിക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പോഴല്ലേ ഈ ഒരു ബോധോദയം ഉണ്ടായത്? അല്ല, എനിക്ക് 25 വയസ്സിൽ തന്നെ എല്ലാ ബോധങ്ങളും ഉണ്ട്. പക്ഷേ പണമില്ലായിരുന്നു കുട്ടികളെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒട്ടും കാശുണ്ടായിരുന്നില്ല ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു നല്ല ഒരു ഗ്രാജുവേഷൻ ഡിഗ്രിയും പിന്നെ ഒരു ഗോൾഡ് മെഡലും അല്ലാതെ പിന്നെ ഒരു എടുത്താൽ പൊങ്ങാത്തൊരു ആത്മവിശ്വാസവും ഇത്രയും മാത്രമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈമുതലായിരുന്നത്. ഒരു 6 മന്ത്സോളം ഞങ്ങൾ കഷ്ടപ്പെട്ടു വിവാഹം കഴിഞ്ഞതിന് ശേഷം. ഒരുപാട് ഫിനാൻസിലും എല്ലാത്തിലും ഇൻസൾട്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഇൻസൾട്ടുകളാണ് എന്നെ ഇങ്ങനെ ബോൾഡാക്കിയതും. പിന്നെ എനിക്ക് നേരെ നിന്ന് പ്രവർത്തിക്കണം, നമ്മളുടെ കയ്യിൽ പേഴ്സിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ടാവുള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് ആ 6 മാസത്തെ എൻ്റെ ജീവിതമായിരുന്നിരിക്കാം. പിന്നീട് അങ്ങോട്ട് പതുക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു ചെറിയ ലൈഫ് സെറ്റപ്പ് ആക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ലോകത്ത് എവിടെയും കിട്ടാൻ പോണില്ല നമുക്ക്. നമ്മളൊരു ബെഡിട്ട് താഴെ കിടന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ട് യുവർ ഓൺ ലൈഫ്. ജസ്റ്റ് ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി ഓഫ് യുവർ പാരൻസ്. അവരുടെ കടമ ചെയ്തു കഴിഞ്ഞു. പിന്നെയും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുകയും അവരിൽ ഡിപ്പെൻഡൻ്റ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് വിലയുണ്ടാവില്ല. ഐ മീൻ, ചില കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഹസ്ബൻഡ് ഒന്നും ചെയ്യണില്ല, ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടാണ് അച്ഛാ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ തീരുകയാണ് നമ്മുടെ വില. ഞാനതൊരിക്കലും ചെയ്തിട്ടില്ല. ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു കല്ലുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വല്ല ഡൈം ഉണ്ടോ എന്ന് നോക്കുന്നു. ഡൈം എന്ന് പറഞ്ഞാൽ DIME കേട്ടോ. അതങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ടേൺ എവറി റോക്ക് ആൻഡ് സീ ദർ വിൽ ബി എ ഡൈം അണ്ടർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെമ്പെങ്കിലും അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടാതിരിക്കില്ല. ആ ചെമ്പ് പിന്നെ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത് പൊക്കി ഇങ്ങനെ റോക്സും തിരിച്ചു നോക്കൽ. ചില റോക്സിൻ്റെ അടിയിൽ ഗോൾഡ് ആയിരിക്കാം, അപ്പോൾ നമുക്കത് നഷ്ടമാവില്ലേ? സോ അവരെന്താ അത് ഉദ്ദേശിക്കണേ? പണ്ടുള്ള നോളജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, ദേ ആർ ടെല്ലിങ് കീപ്പ് ഓൺ ട്രൈയിങ്, ഡോണ്ട് സ്റ്റോപ്പ് ട്രൈയിങ്. ഇതാണ് നമ്മളുടെ ഈ മൂള എന്ന് പറയുന്ന തമിഴിലാണ് ഇടയ്ക്കിടയ്ക്ക് വരാം. നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, നന്നായിട്ട് വർക്ക് ആവണ സമയത്ത് ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കേണ്ട. ഐഡിൽ മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുക കേട്ടോ. ഞാനൊരു ആൻറ്റിയുടെ കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ആ ആൻറ്റിക്ക് എൻ്റെ ഹസ്ബൻഡിന് വന്നിട്ട് ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു അദ്ദേഹം കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന് വളരെ ഇങ്ങനെ ബിസിനസ് മൈൻഡഡ് ആണ് എല്ലാത്തിലും. അതിലെങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ഈ ചീട്ടിത്തുണി എന്ന് പറഞ്ഞൊരു തുണിയുണ്ട്. ആ തുണിയുടെ ഇതാണ് യൂണിഫോമാണ് എല്ലാവർക്കും അടിച്ചു കൊടുക്കുക, കമ്പനി തൊഴിലാളികളല്ല. അപ്പോൾ ഇവർക്ക് വീട്ടിലൊരു മെഷീൻ കൊണ്ടുവന്നിട്ടിട്ട് ഈ ആൻറ്റി എന്തോ ചെയ്യും, ആ തുണി ഉണ്ടല്ലോ ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ടാവുള്ളൂ ഈ യൂണിഫോം തയ്പ്പിക്കുന്നതേ. അപ്പം അത് വലിയ പണിയൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് സ്റ്റിച്ച് തയ്പ്പിക്കണേന് ഈച്ച് യൂണിഫോമിന് 10 റുപ്പീസ് വെച്ചിട്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. എത്ര തൊഴിലാളികൾ ഉണ്ടെന്ന് അറിയട്ടെ അവിടെ? 2500 പേരുണ്ട്. 500 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ലോട്ടായിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അതിന് എത്ര രൂപ ഉണ്ടാക്കിയെന്ന് ആലോചിക്കൂ. ഞാൻ ഇപ്പോഴത്തെ കഥയൊന്നുമല്ല പറയണത്. ദിസ് ഇസ് 40 years ബാക്ക്. എനിക്ക് 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവിടെ വലിയമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ അടിച്ച് കൊടുക്കും. ആൻഡ് ഷീൽ ഗെറ്റ് ദിസ് മച്ച് ഓഫ് മണി ഇല്ലേ. അന്ന് 15 പവൻ 20 പവനൊക്കെ മേടിക്കും ഒരൊറ്റ കോൺട്രാക്ട് എടുത്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു ഗ്രാജുവേറ്റ് ലേഡിയോ, ഞാനിങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല അയ്യേ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ഇഫ് ഷീസ് ഡൂയിങ് ദാറ്റ്, ആ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, നമുക്ക് ഛേദമില്ലാത്ത കാര്യമാണ്. നമ്മുടെ അടുക്കളപ്പണിയുടെ ഇടയ്ക്ക് പോയിട്ട് ഒരെണ്ണം അടിക്കുക പറഞ്ഞാൽ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ വിട്ടുപോകാതിരിക്കാനേ ഒരടി അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അവരവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് അടിക്കണേ. കാരണം 2 എണ്ണം വെച്ചിട്ടുണ്ടാവും ഒരു തൊഴിലാളിക്ക്. എമൗണ്ട് ഒന്ന് കൂട്ടി നോക്കൂ. സോ അങ്ങനെ ഒരു പറമ്പ് വരെ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്. ഇങ്ങനെ ഈ തയ്ക്കാൻ കൊടുത്ത് ഈ കോൺട്രാക്റ്റ് കിട്ടിയിട്ട് ഒരാൾ തന്നെ ഇരുന്നാണ് ഈ അടിക്കുന്നതെന്നും ആലോചിച്ച് നോക്കണം. സോ അങ്ങനത്തെ പരിശ്രമശാലികളായ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ അതിലും എളുപ്പമല്ലേ. ഡൂ സം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താലും മതിയല്ലോ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തിന്, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തിന്. അപ്പോൾ ഡിവോഴ്സ് പ്രൂഫ് ആക്കാനുള്ള കാരണത്തിൽ 2 സപ്പോർട്ടീവായിട്ടിരിക്കണം ഹസ്ബൻഡിൻ്റെ കൂടെ, ബൈ ഗിവിങ് സം കൈൻഡ് ഓഫ് സപ്പോർട്ട് ഫോർ ഫിനാൻസസ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട്, അറ്റ്ലീസ്റ്റ് അങ്ങോട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിലവുകൾ ചുരുക്കിയെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ.
നിങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡ്. എന്ത് കാര്യങ്ങളും ഒരു അമ്മായിയമ്മയ്ക്കും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആളാകാൻ പറ്റില്ല. അപ്പം അല്ല മാം എൻ്റെ ഹസ്ബൻഡ് ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല കേട്ടോ. അതിലെന്തെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിച്ച് നോക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ബ്രൂട്ടലായിട്ടുള്ള ആളാണെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൈവോഴ്സ് പ്രൂഫ്, മാരേജ് ഡൈവോഴ്സ് പ്രൂഫ് ആക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ തുടങ്ങിയതാ, തീർന്നിട്ടില്ല. ഓരോന്നായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു ഒരു സൊസൈറ്റിക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു കല്യാണം കഴിച്ചിട്ട് അടുത്തതിലേക്ക് ചാടിക്കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രോമാറ്റിക്. ബോഡി റിമെമ്പർ ചെയ്യുന്നുള്ളത് വേറെ കാര്യം, മാനസിക ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ ഇഴുകി ചേർന്ന് കാണാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസിഷനിൽ നമ്മൾ വേറെ ആകാം. നാളെ ഫാമിലി കോടതിയുടെ മുമ്പിൽ നിന്നും നമ്മൾ ആ ഡൈവോഴ്സ് മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന അത് മനസ്സമാധാനമൊന്നും അല്ല കിട്ടുന്നത്. അത് വലിയ അടിച്ചിടിച്ചിടുന്നവരാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ ട്രിവിയൽ റീസൺസിന് വേണ്ടിയിട്ട്, അതായത് ഒരു മോൾ ഹില്ലിൽ നിന്ന് ഒരു ഹിമാലയ ഉണ്ടാക്കിയിട്ട് വെൻ യു എൻഡ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫാമിലി കോർട്ട് ജഡ്ജ്, അത് രസപ്പെട്ട കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ അല്ല അത്. അതൊരു ട്രോമയാണ്. ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ, എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. അറിയോ, പകുതിക്ക് വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് ചേർത്ത് വിട്ടിട്ടുണ്ട്. അറിയാമോ, ഞാൻ എൻ്റെ ഒരു വള ഊരി കൊടുത്തിട്ടുണ്ട് ഒരു ക്ലയൻറ്റിന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പോയി ഗോ ആൻഡ് സ്റ്റാർട്ട് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവരിതുപോലെ തന്നെ പോയി തുടങ്ങി കഴിഞ്ഞിട്ട് സേലത്ത് അവർ ഫാം തുടങ്ങി. അയ്യോ, എനിക്ക് പിന്നെ തിരിച്ചു കൊണ്ടു തന്നു 2 വള ആ ലേഡി എന്നെ അന്വേഷിച്ചിട്ട്. അറിയോ, അങ്ങനത്തെ കഥകളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്കതിന് നല്ല സംതൃപ്തി ഉണ്ട് കേട്ടോ. അവരെനിക്ക് ആദ്യം അയച്ച ലെറ്റർ, മാം ഞങ്ങൾ നിങ്ങൾ തന്ന പൈസ കൊണ്ട്, കാരണം ആ പയ്യൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, പയ്യൻ്റെ വീട്ടുകാർ നല്ലതായിരുന്നു അതിനകത്ത്, പക്ഷേ ഈ ഈഗോ ക്ലാഷ് വന്ന് ഇവർ വേറെ ആയതാണ്. ഭാര്യ MA ലിറ്ററേച്ചറൊക്കെ പഠിച്ചത് ബാംഗ്ലൂരിൽ. സോ അവർക്ക് ആ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അറിയാം. ഇയാൾ സേലം ഒരു ഗ്രാമത്തിൽ വന്ന ആളാണ്, ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ പെൺകുട്ടി കാഴ്ചയ്ക്ക് മോശമാണെന്നും പറഞ്ഞ് ഇയാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്. അതൊക്കെ ഓരോ കഥകളാണ് കേട്ടോ. പാവം, നമ്മൾ കാഴ്ചയ്ക്ക് മോശമാണെന്ന് നമ്മളുടെ കുഴപ്പമാണോ? എന്തെങ്കിലും ആവട്ടെ, ആ കുട്ടിക്ക് അങ്ങനെ അത് അവിടെ പറ്റിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ് ഇതുപോലെ ഇടയ്ക്കിട്ട് ഈ ഡൈവോഴ്സ് പ്രൊസീഡിങ്സിൻ്റെ ഇടയ്ക്ക് അവർ വന്ന് എന്നോട് പറയും, ഞാൻ അയാളെ വിളിച്ച് സംസാരിക്കും. ഇറ്റ് വാസ് അയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ഹാജരായിരുന്നത്. ഭാര്യയും കുട്ടിയും തിരിച്ചു വേണമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എളുപ്പമായി എനിക്ക്. അപ്പം ഞാൻ അവർക്ക് ചോദിച്ചു, അവർ പറഞ്ഞു എങ്ങനെ ജീവിക്കുന്നത് മാഡം, ഞാനിതാ പഠിച്ചിരിക്കണേ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്ക്, നല്ല ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഞാനൊരു ഓർഗാനിക് പച്ചക്കറി മേടിക്കുന്ന കടയിൽ പോകുമായിരുന്നു. അത് സേലത്തു നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഫാമിലി ലാൻഡൊക്കെ ഉണ്ടോ? അപ്പോൾ ഉണ്ട് മാഡം. അപ്പോൾ ഈ കോളേജ് ലെക്ചറാണ് ഈ പെൺകുട്ടിയുടെ അമ്മയെ. അവർ ഭയങ്കര വേറൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ പൈസ തരാം, നിങ്ങൾക്കൊരു വീട് വെക്കാനുള്ള കാശ് തരാമെന്ന് പറഞ്ഞ് അയാളുടെ ഫാമിലി ലാൻഡിൽ ഇവർ നല്ലൊരു ഭംഗിയുള്ള വീട്, ഞാൻ പോയിട്ടുണ്ട്, ഞാനതിൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ പോയി പണിതിട്ട്. നമ്മളിപ്പോൾ ഈ വില്ലേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന വീഡിയോസൊക്കെ അല്ലേ, ഏകദേശം അതുപോലെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമോ സരസ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാണിക്കാമല്ലോ, നല്ല രസമുണ്ട് അവരുടെ ഇതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇംഗ്ലീഷൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ഷെഡ് പോലെയൊക്കെ ഇട്ട് പാർട്ട് ടൈമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം. അവരുടെ മകളിപ്പോൾ ഡോക്ടറാണ്. ഞാൻ കാരണമാണെന്ന് ഞാനത് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് പറയും കേട്ടോ. പോട്ടെ, അവർക്കാണ് ഞാൻ ആദ്യം നിങ്ങളിത് കൊണ്ടുപോയി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. കാരണം അമ്മ വീടൊക്കെ വെച്ച് കൊടുത്തു, ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പറ്റില്ല മാം, എല്ലാം പണയത്തിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വളയെടുത്ത് കൊടുത്തു. നിങ്ങൾ പണയം വെക്കുവോ വിൽക്കുവോ ചെയ്തോളൂ, ഞാനത് ഒരു സീഡ് മണിയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഷി ഗേവ് ഇറ്റ് ബാക്ക്. 2 വളയായിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അതങ്ങനെ ഒരു കഥയാണ്. ആ ഒരു സ്റ്റോറി ഞാൻ മറന്നു കിടക്കായിരുന്നു. അപ്പോൾ ഒരു മാരേജിനെ ഞാൻ രക്ഷിച്ചു വിട്ടില്ലേ. പല വക്കീലന്മാരും അത് കേസ് നടത്തി, അല്ലെങ്കിൽ കുറേ നാൾ അവർക്ക് പൈസ കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കുക. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ടു ബ്ലോ മൈ ഓൺ ഹോൺ എന്ന് പറയണതിൽ എന്താ ചെയ്യുക, വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യില്ലല്ലോ അല്ലേ. അപ്പോൾ ഇനിയും ഒരു കഥയായിട്ടും അത് കഥയിൽ ഒരു ചിന്തയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. പിന്നെന്താ പറയുക, ചിലതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ ചിലതെല്ലാം ലെറ്റ് ഗോ ചെയ്യേ വേണ്ട. നേരത്തെ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യമില്ലേ, അത് നിങ്ങളുടേതാണതേ. ബി പോസസീവ് അബൌട്ട് യുവർ ഡ്രസ്സ്. അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല. യു ക്യാൻ ബി
പൊസസീവ് അറ്റ് ടൈംസ്. ഓക്കെ, സി യു ദെൻ. പിന്നീട് വരാം കേട്ടോ, ഒരു കഥയുമായിട്ട് അല്ലെങ്കിൽ ഒരു ചിന്തയുമായിട്ട്.